ഹായ് ഗൈഡ്സ്, എല്ലാവർക്കും സുഖമാണോ? ഓണമൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും തിരക്കാണെന്നറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് ഓണത്തിന് വേണ്ടിയിട്ട് ശർക്കര പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ഏത്തയ്ക്കയാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് തൊലി കളഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടെ ഒഴിച്ച് വെച്ചൊരു 10 മിനിറ്റ് അതിലിട്ടതിന് ശേഷം നാലായിട്ട് കീറി നല്ല രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇച്ചിരി കട്ടിക്ക് വേണം അരിയാനായിട്ട്. നല്ല ഉപ്പേരിയുടെ രൂപത്തിൽ അരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും. അപ്പോൾ അത് ആ രീതിയല്ല, ഇച്ചിരി കൂടെ വീതിയിൽ അരിഞ്ഞെടുക്കണം. അതിനുശേഷം ചുക്കുപൊടി, ഏലക്കാപ്പൊടി, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ കൂടെ ശർക്കര ഉണ്ടയാണ് ഇതിന് വേണ്ടി എടുത്തേക്കുന്നത്. ഉണ്ട നന്നായിട്ട് ചീകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര ഒരു 2-3 സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾ ചട്ടി ചൂടാക്കി ഉപ്പേരി വറുക്കുന്ന പോലെ തന്നെ കായെല്ലാം വറുത്തെടുക്കുക. വറുത്തെടുക്കാനായിട്ട് സമയമെടുക്കും. കാരണം ഇച്ചിരി വീതിയിൽ അരിഞ്ഞേക്കുന്നതുകൊണ്ട് വെന്ത് കിട്ടാനും കിട്ടാനായിട്ട് പാടാണ്. അപ്പം അത് വേകുന്ന സമയത്ത് നമ്മൾ വേറെ ചട്ടിയിലേക്ക് ചൂടാക്കിയതിന് ശേഷം ഈ പഞ്ചസാരയും ശർക്കരയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമ്മളിതൊന്ന് ഉരുക്കിയെടുക്കണം. ഇതൊന്ന് കൈവിടാതെ തന്നെ ഇളക്കിയെടുത്ത് ഒരു 2-3 തിള വന്നു കഴിയുമ്പോഴത്തേക്കിന് പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി, ഏലക്കാപ്പൊടിയും ചുക്കുപൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് വീണ്ടും ഒരു 2-3 തിള തിളപ്പിക്കുമ്പോഴത്തേന് നമുക്ക് നൂൽ പരുവത്തിൽ കിട്ടും. നൂൽ പരുവമായി കഴിയുന്ന സമയത്തേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഏത്തയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഓരോ കായലും ഇതിൻ്റെ മധുരം ഈ ശർക്കര പാനി എല്ലായിടത്തും പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ അരിപ്പൊടി ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് ലൂസായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പരുവം നോക്കിയിട്ട് വേണം. അതായത് ഒന്നൊന്നിനെ പൊട്ടാതെ വിട്ട് കിട്ടുന്ന രീതിയിൽ വരുന്ന പരുവം വരെ നമ്മൾ അരിപ്പൊടി ഇട്ടത് റെഡിയാക്കി എടുക്കണം. അതിന് ശേഷം ഇതൊന്ന് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളക്കാൻ പാടാണ്. അപ്പോൾ ആ ചെറിയ തീയിൽ വെച്ച് തന്നെ നമ്മളിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തത് നല്ല പരുവായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റൗ ഓഫാക്കിയിട്ട് ആറാനായിട്ട് വെക്കുക. ആറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു പരന്ന പാത്രത്തിലോട്ട് ഇതിട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഒന്നൊന്നിനെ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് അടത്തി മാറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മളിത് നല്ല അടപ്പുള്ള ഒരു ഡപ്പിയിലിട്ട് വെച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടില്ല എന്നെങ്കിൽ ഇത് രീതിയിൽ ട്രൈ ചെയ്യുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഈ രീതിയിൽ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും പഞ്ചസാര എന്തിനാണ് ചേർത്തതെന്നുള്ളത്. പഞ്ചസാര ചേർക്കുവാണെങ്കിൽ നമുക്ക് ശർക്കര പുരട്ടിക്ക് നല്ല കളറ് തോന്നും. അതിന് വേണ്ടിയിട്ടാണ് ഈ ശർക്കര ഉരുക്കുന്നതിൻ്റെ കൂടെ നമ്മൾ പഞ്ചസാരയും കൂടെ ഉരുക്കി ചേർക്കുന്നത്. മനസ്സിലായോ? അപ്പം ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് നാളെ കാണാം.